ഹലോ, അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ മക്കളെ മദ്രസയിലോട്ട് വിട്ടിട്ട് രാവിലത്തെ കടി പത്തിരിയാണ് ട്ടോ ഉണ്ടാക്കുന്നത്. രാത്രിയിൽ എന്നെ മക്കളോട് ബുക്കൊക്കെ റെഡിയാക്കി വെക്കുമെന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല കേട്ടോ. രാവിലെ ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് അവരെ യൂണിഫോം എല്ലാം ഇസ്തിരി ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഓരോരുത്തരുടെ യൂണിഫോം ഇസ്തിരിയൊക്കെ ചെയ്ത് വെച്ചിട്ടാ മദ്രസ വിട്ട് വരുമ്പോഴേക്കും അവരൊക്കെ കുളിച്ചിട്ട് പെട്ടെന്ന് മാറ്റാമല്ലോ. അങ്ങനെ നമ്മളെ ദേശീയ ഭക്ഷണമായ മുട്ടപ്പത്തിരിയായിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മാച്ചും അതും കൂടെ മദ്രസ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് യൂണിഫോം എല്ലാം മാറ്റിയിട്ട് ബസ് വരുന്ന നേരം ആകുമ്പോഴേക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ്. മക്കൾ രണ്ടുപേരും പോയതിന് ശേഷം ഞാനും ഹിബമോളും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. അവളോട് നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഉടുപ്പും മുടിയൊക്കെ കെട്ടാൻ വേണ്ടി റെഡി ആയത്. അല്ലെങ്കിൽ നഴ്സറിക്കാന്ന് പറഞ്ഞാൽ ആൾ തീരെ സമ്മതിക്കില്ല കേട്ടോ, നല്ല കരച്ചിലാണ്. അങ്ങനെ ബാലവാടിയിലെത്തിയാൽ ആളെ ഹാപ്പി ആവും. അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ടൈക്ക മീനുമായിട്ട് വന്നത്. ഇപ്പോൾ മീനൊന്നും അങ്ങനെ കിട്ടാനില്ലല്ലോ. ഉള്ള മീനിനാണെങ്കിൽ നല്ല വിലയുമില്ല. അങ്ങനെ 2 ആഴ്ചയോളം ഞങ്ങൾ പച്ചക്കറി അല്ലെങ്കിൽ ചിക്കനാണ്. ഇവിടെ ആണെങ്കിൽ മക്കൾക്ക് ചിക്കൻ മതി കേട്ടോ, മീനൊന്നും വേണമെന്നില്ല. എനിക്കാണെങ്കിൽ രാവിലത്തെ കടിയിലേക്ക് മീൻ കറി തന്നെ വേണം കേട്ടോ. വേറെ എന്ത് കറി ഉണ്ടായാലും മീൻ കറി കൂട്ടുന്ന പോലെ ആവില്ലല്ലോ. നിങ്ങളും അതുപോലെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 2 പപ്പായ കൊണ്ടുവന്ന് തന്നത്. അതുകൊണ്ട് പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒരു പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിലോട്ട് നിന്നു കേട്ടോ. മക്കൾ 3 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വരുന്ന വരെ വീട് ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്. അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോഴേക്കും മാച്ചുമോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് സമരമാണ്, അപ്പോൾ സ്കൂൾ നേരത്തെ വിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവനും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. അവനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്നെ നിങ്ങൾ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മുഖം പൊത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.